അത്ഭുതകരമായ സൃഷ്ടിയാണെങ്കിലും വളരെ ദുർബലനുമാണ്. ഈ ലോകത്തുനിന്ന് വളരെ പെട്ടെന്ന് അവൻ മരണപ്പെട്ടു പോകും. മരണപ്പെട്ടു പോയാലോ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ അവന് അന്ത്യവിശ്രമ സ്ഥാനം ഒരുക്കേണ്ടി വരും. ആ അന്ത്യവിശ്രമ സ്ഥാനത്തിലേക്ക് കുറച്ച് ദിവസം ആളുകളൊക്കെ വന്നു എന്ന് വരും. മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഖബർസ്ഥാനിലേക്ക് ആളുകളൊക്കെ വന്നു എന്ന് വരും. കാലം കഴിയും തോറും ആളുകൾക്ക് വരവിന് തടസ്സമുണ്ടായിത്തീരും. വരവിന് കുറവ് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോ ഖബർ ഏകദേശം വിജനമായിത്തീരും. ബന്ധുക്കൾക്കും മക്കൾക്ക് പോലും ഓർമ്മയില്ലാതായിത്തീരും. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ലോകത്ത് മരിച്ചവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെ പറ്റിയല്ലേ നമ്മൾ പറയണത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്നവരല്ല, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടവരാണ്. അവരുടെ മൃതദേഹങ്ങളാണ്, ഖബർസ്ഥാനുകളാണ്, സെമിത്തേരികളാണ്, ശവമടക്കം ചെയ്ത ശവകുടീരങ്ങളാണ്. അവിടെയൊക്കെ കിടന്നുറങ്ങുന്ന ലക്ഷോപലക്ഷമല്ല കോടാനുകോടി മനുഷ്യപുത്രർ നിറഞ്ഞതാണ് ഈ ഭൂമി. അവിടെ കിടക്കുന്നവർക്ക് അഡ്രസ് ഉണ്ടോ? ആരാന്നറിയില്ല, ആരാണ് കിടക്കണമെന്നറിയില്ല. പല മീസാൻ കല്ലുകളിലേക്ക് നോക്കിയാല് ആളറിയില്ല. കുറച്ചു കാലൊക്കെ ആളുകൾ അറിഞ്ഞേക്കും, പിന്നെ ആളുകൾ